ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി വെള്ളമയം ഒന്നുമില്ലാത്ത ഒരു മിക്സി ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുക. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. നന്നായി പതഞ്ഞു വരുന്നിടം വരെയും അടിച്ചെടുക്കണം. അടിച്ചു വെച്ച മുട്ട മാറ്റി വയ്ക്കുക. ഇനിയും ഒരു സോസ് പാനിലേക്ക് 1 കവർ പാല് ചേർത്ത് കൊടുക്കുക. പാലിൻ്റെ അളവെന്ന് പറയുന്നത് 1/2 ലിറ്ററാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി സ്റ്റൗവിൻ്റെ പുറത്തേക്ക് സോസ് പാൻ വയ്ക്കാം. പാലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. പാല് നന്നായി ചൂടായി വന്നു. ഇനി ഇതിലേക്ക് ഐസ്ക്രീമിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പാല് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ പാല് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് കുറുകി പോകും. പക്ഷേ നമ്മുടെ പാലൊന്നും നന്നായി വെന്ത് കാണില്ല. നമ്മുടെ പാല് നന്നായി തിളച്ചു വന്നു. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായി വെന്ത് മിൽക്ക് മെയ്ഡിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവിടം വരെയും കൈവിടാതെ തന്നെ നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങി. പക്ഷേ ഇത് പോരാ, നമുക്ക് നന്നായിട്ട് കുറുകി വരുന്നവിടം വരെയും ഒരു മിൽക്ക് മെയ്ഡിൻ്റെ പരുവാവുന്നവിടം വരെയും നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ വെന്തു. ഇനി നമുക്ക് സോസ് പാൻ അടച്ച് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനിയും ഒരു മിക്സി ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റത്തേക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും ആക്കുന്നില്ല, കാരണം ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. 2 പ്രാവശ്യം അടിക്കുന്നത് നമ്മുടെ ബട്ടർ നന്നായി സോഫ്റ്റായി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ മുഴുവൻ ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് അടച്ച് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തു. നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇത് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ കണ്ടെയ്നർ അടച്ച് ഒരു 2 മണിക്കൂറത്തേക്കിന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് കട്ടയാവാനൊക്കെ തുടങ്ങിയിരുന്നു. ഇത് നമുക്ക് മിക്സിയിൽ ഒഴിച്ച് ഒന്നും കൂടി നന്നായി അടിച്ചെടുക്കാം. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അടിച്ചെടുക്കുന്നത് നമ്മുടെ ഐസ്ക്രീം നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് ആവാനും നല്ല ക്രീമിയായി കിട്ടാനും വേണ്ടിയാണ്. അപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യമേ എടുത്ത പാത്രത്തിൽ തന്നെയാണ് സെറ്റാക്കാൻ വെക്കുന്നത്. ഐസ്ക്രീമിൻ്റെ മിക്സ് മുഴുവൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ പാത്രത്തിൻ്റെ പുറത്തേക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഒരു 5 മണിക്കൂറത്തേക്കിന് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. ഞാനൊരു ഓവർനൈറ്റ് മുഴുവൻ ഐസ്ക്രീം തണുക്കാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഞാൻ ഓവർനൈറ്റ് ഒക്കെ വെച്ചു. നമ്മുടെ ഐസ്ക്രീം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഒരു ബൗളിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡിയായി.
നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും ഒക്കെയാണ് നമുക്ക് ഈ ഐസ്ക്രീം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഞാൻ ഐസ്ക്രീം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്ക് ഐസ്ക്രീമിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗാർണിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയായി. So hope you all enjoyed watching my video. If you, give it a big thumbs up, share it with your friends and family, and please do subscribe to my channel. So I'll be back with a new video. Till then, bye bye. Love you all.